വെൽക്കം ടു ജോഗ്രഫി ക്ലാസ്. ഇന്ന് നമ്മൾ ജോഗ്രഫി ക്ലാസ്സിൽ കൺവെൻഷണൽ സൈൻസ് ആൻഡ് സിംബൽസ് യൂസ്ഡ് ഇൻ ടോപ്പോഗ്രാഫിക് മാപ്സ് അതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. കൺവെൻഷണൽ സൈൻസ് ആൻഡ് സിംബൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എർത്തിൻ്റെ ടോപ്പോഗ്രഫിയിലുള്ള എല്ലാ കാര്യങ്ങളെയും നമുക്ക് അതേപോലെ ഈ മാപ്പിലേക്ക് പിക്ചറൈസ് ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ വലിയ വലിയ ഒബ്ജക്ട്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ എല്ലാ ഒബ്ജക്ട്സിനും നമുക്ക് പൂർണ്ണമായിട്ടും മാപ്പിലേക്ക് ഇങ്ങനെ വരച്ചെടുക്കാൻ കഴിയില്ല. അത്തരം കാര്യങ്ങളുടെ ഡിഫിക്കൽട്ടീസ് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചില പ്രത്യേക തരത്തിലുള്ള സിംബൽസ്, സൈൻസ് ഇതൊക്കെ നമ്മൾ എവിടെ ഉപയോഗിക്കും? നമ്മൾ ഈ മാപ്പിൽ യൂസ് ചെയ്യും. അത്തരത്തിലുള്ള സിംബൽസിനെയും സൈൻസിനെയും കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. You have learned in previous classes that various features on the Earth's surface are represented in topographic map using different colors and symbols. വ്യത്യസ്ത കളേഴ്സും വ്യത്യസ്ത സിംബൽസും ഉപയോഗിച്ചുകൊണ്ട് ടോപ്പോഗ്രാഫിക് മാപ്പിൽ എർത്തിൻ്റെ സർഫേസിലുള്ള എല്ലാ കാര്യങ്ങളെയും എന്ത് ചെയ്യാറുണ്ട്? കാണിക്കാറുണ്ട്. As the colors and symbols used in the topo sheets are internationally accepted, ഈ മാപ്പിൽ ഉപയോഗിക്കുന്ന കളേഴ്സും സിംബൽസും എല്ലാം ഇൻ്റർനാഷണലി ഈ ലോകം മുഴുവൻ ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നവയാണ്. അതുകൊണ്ട് തന്നെ ഒരു സ്ഥലത്ത് പ്രിപ്പയർ ചെയ്യുന്ന മാപ്പ് എവിടെയുമുള്ള ആളുകൾക്ക് എന്താവും? അതൊരു ഒബ്ജക്റ്റ് ഏതാണ് എന്ന് വ്യക്തമായിട്ട് ആ സിംബൽ നോക്കി അവർക്ക് മനസ്സിലാവും. ദ മാപ്സ് പ്രിപ്പയർഡ് ഇൻ വൺ കൺട്രി ക്യാൻ ബി ഈസിലി അണ്ടർസ്റ്റുഡ് ആൻഡ് അനലൈസ്ഡ് ബൈ ദ പീപ്പിൾ ഓഫ് അനദർ. ഒരു രാജ്യത്ത് തയ്യാറാക്കുന്ന ടോപ്പോഗ്രാഫിക് മാപ്പ് മറ്റ് രാജ്യങ്ങളിലെ ആളുകൾക്കും വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. കാരണം സൈൻസും സിംബൽസും കളേഴ്സും എല്ലാം ഇൻ്റർനാഷണലി ആക്സെപ്റ്റഡ് ആണ്. ഇനി നമുക്ക് ഏതൊക്കെയാണ് കൺവെൻഷണൽ സൈൻസ് ആൻഡ് സിംബൽസ് എന്ന് നോക്കാം. ഇതിൻ്റെ കളറും നിങ്ങൾ ശ്രദ്ധിക്കണം. ആദ്യം സൈൻസ് ആൻഡ് സിംബൽസ്, റോഡുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചില സൈൻസ് ആൻഡ് സിംബൽസ് ആണ്. റോഡ് തന്നെ നമുക്ക് 5 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. മെറ്റൽഡ് റോഡ്, അൺമെറ്റൽഡ് റോഡ്, ഫുട്പാത്ത്, കാർ ട്രാക്ക്, ബ്രിഡ്ജ് വിത്ത് റൂട്ട്. ഇതിൽ ഓരോ റോഡുകളെയും പ്രത്യേകം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന സിംബൽസ് ഞങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ മെറ്റൽഡ് റോഡ് ഏതാണ്, അൺമെറ്റൽഡ് റോഡ് ഏതാണ്, ഫുട്പാത്ത് നടപ്പാത ഏതാണ്, കാർട്ട് ട്രാക്ക് കാർട്ട് പോലുള്ള വണ്ടികളുടെ ട്രാക്ക് ഏതാണ്, ബ്രിഡ്ജ് വിത്ത് റോഡ് പാലത്തിനോട് കൂടിയ റോഡുകൾ, പാലം ഉൾപ്പെടുന്ന റോഡുകൾ, ഇങ്ങനെയുള്ളതൊക്കെ വ്യക്തമായിട്ട് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമുക്ക് സാധ്യമാകും. അടുത്തത് ബൗണ്ടറി മീൻസ് അതിർത്തികളാണ്. അതന്നെ 4 ഉണ്ട്. ഇൻ്റർനാഷണൽ ബൗണ്ടറി, സ്റ്റേറ്റ് ബൗണ്ടറി, ഡിസ്ട്രിക്ട് ബൗണ്ടറി, താലൂക്ക് ബൗണ്ടറി. ഇൻ്റർനാഷണൽ ബൗണ്ടറിയിൽ കാണിച്ചിരിക്കുന്ന സിംബൽസും സ്റ്റേറ്റ് ബൗണ്ടറിൻ്റെ സിംബലും ഏകദേശം സെയിം ആണ്. പക്ഷേ അതിൻ്റെ തിക്നെസ്സിലാണ് വ്യത്യാസം. കട്ടി കൂടിയതും കട്ടി കുറഞ്ഞതുമാണ്. പിന്നെ ഡിസ്ട്രിക്ട് ബൗണ്ടറി, താലൂക്ക് ബൗണ്ടറി ഒക്കെ വ്യക്തമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. അടുത്തത് റെയിൽവേ. അതന്നെ റെയിൽവേ ബ്രോഡ് ഗോച്ച്, റെയിൽവേ വിത്ത് സ്റ്റേഷൻ, റെയിൽവേ മീറ്റർ ഗോച്ച്, ലെവൽ ക്രോസിംഗ്, റെയിൽവേ വിത്ത് ബ്രിഡ്ജ്, ഇങ്ങനെ തിരിച്ചിട്ടുണ്ട്. ഓരോന്നും എന്താണെന്ന് വ്യക്തമായിട്ട് പഠിച്ചാൽ മാത്രമേ ഉള്ളൂ ഒരാൾക്ക് ഈ ടോപ്പോഗ്രാഫിക് മാപ്പ് കയ്യിൽ കിട്ടിയാൽ അതെന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ. ദെൻ വാട്ടർ ബോഡീസ്, സ്ട്രീം, റിവർ, ടൈഡൽ റിവർ, സ്പ്രിംഗ്, വെൽ, ട്യൂബ് വെൽ. ഇതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് എക്സാമിന് വരുന്ന ഒന്നാണ് സ്പ്രിങ്, വെല്ല്, ട്യൂബ് വെല്ല്. കിണർ, സ്പ്രിങ്. ഇതിൽ നമ്മളിപ്പോൾ ഇത്രയും ചർച്ച ചെയ്തതിൽ തന്നെ ഇഷ്ടംമാതിരി നാച്ചുറൽ തിങ്സും ഉണ്ട്, ആർട്ടിഫിഷ്യൽ തിങ്സ് ഉണ്ട്. നാച്ചുറൽ തിങ്സ് എന്ന് പറഞ്ഞാൽ അത് പ്രകൃതിയിൽ തന്നെ ഉള്ളത്, നാച്ചുറൽ തിങ്സ് എന്ന് പറഞ്ഞാൽ പ്രകൃതിയിൽ തന്നെ ഉള്ളത്. ആർട്ടിഫിഷ്യൽ തിങ്സ് എന്ന് പറഞ്ഞാൽ അത് മനുഷ്യൻ്റെ നിർമ്മിതികളാണ്. അപ്പോൾ ഇതിൽ ആർട്ടിഫിഷ്യൽ ഏതൊക്കെയാണ്? റെയിൽവേ വിത്ത് ബ്രിഡ്ജ് അത് ആർട്ടിഫിഷ്യലാണ്. റിവർ അതേതാണ്? നാച്ചുറലാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നാച്ചുറൽ ഫീച്ചേഴ്സും ഉണ്ട്, ആർട്ടിഫിഷ്യൽ ഫീച്ചേഴ്സും ഉണ്ട്. അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വെജിറ്റേഷനാണ്. അത് ഗ്രാസ്, പാംസ്, കോണിഫറസ് ട്രീസ്, ബാംബു, ഡെൻസ് ഫോറസ്റ്റ്, റിസർവ് ഫോറസ്റ്റ്, ഇതൊക്കെയാണ്. ഓരോന്നിൻ്റെയും സിമ്പിൾ തിരിച്ചറിയാം. എക്സാമിന് സിമ്പിൾ തന്നിട്ട് ഇത് ഏതാണ് എന്ന് ചോദിക്കും. ദെൻ സെറ്റിൽമെൻറ്റ്സ്, താമസ സ്ഥലമാണ്.
പെർമനൻറ്റ് ഹൗസ് അത് ബോക്സാണ്, പക്ഷേ ഫുൾ ഫിൽ ചെയ്ത റെഡ് കളർ ഫിൽ ചെയ്തിട്ടുണ്ട്. ടെമ്പററി ഹൗസ് അത് ഫിൽ ചെയ്യാത്തതാണ്. ക്ലസ്റ്റേർഡ് സെറ്റിൽമെൻറ്റ്സ് എന്നാൽ ആ സ്ക്വയർ തന്നെയാണ്, പക്ഷേ അതിങ്ങനെ ഒരുപാട് എണ്ണമായിട്ട് കാണും. ഇങ്ങനെ കൂട്ടം കൂടി ആളുകൾ താമസിക്കുന്നതാണ് ക്ലസ്റ്റേർഡ്. ഡിസ്പേഴ്സ്ഡ് സെറ്റിൽമെൻറ്റ്സ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആളുകൾ കാണപ്പെടുക. ലീനിയർ സെറ്റിൽമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വരയുടെ അങ്ങനെ റോഡിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും പാളത്തിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ബ്രിഡ്ജിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് ആളുകൾ താമസിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത് ലീനിയർ സെറ്റിൽമെൻറ്റ്സ് എന്ന് പറയാം. ഇനി ലൈറ്റ് ഹൗസ്, ഹെൽത്ത് സെൻറ്റർ, എയർപോർട്ട്, പോസ്റ്റ് ഓഫീസ് ഒക്കെ ഇവിടെ വരെ സിമ്പിൾസ് ആണ്. ഇനി പോസ്റ്റ് ഓഫീസ് മുതൽക്ക് ചെറിയൊരു കോഡിംഗ് ആണ്, അബ്രിവിയേഷൻ പോലെയാണ്. പോസ്റ്റ് ഓഫീസ് PO, TO ടെലഗ്രാഫ് ഓഫീസ്, PTO പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫ് ഓഫീസ്, PS പോലീസ് സ്റ്റേഷൻ, IB ഇൻസ്പെക്ഷൻ ബംഗ്ലാവ്, RH റെസ്റ്റ് ഹൗസ്. ഇനി മോണുമെൻറ്റ്സ് ആൻഡ് ബിൽഡിംഗ്സ് സ്മാരകങ്ങളും കെട്ടിടങ്ങളുമാണ്. ഫോർട്ട്, ടെമ്പിൾ, ചർച്ച്, മോസ്ക്, ടോം, ഗ്രേവ്. ഗ്രേവ് എന്ന് പറഞ്ഞാൽ ശവപ്പറമ്പ്, ഗ്രേവ് യാർഡ് എന്ന് പറയും. എലവേഷൻസ് ഇത് മാത്രമേ നിങ്ങൾക്ക് അറിയാത്തുണ്ടാവുള്ളൂ. ഇത് എലവേഷനിൽ കോണ്ടൂർ ലൈൻസ് എന്ന് പറഞ്ഞാൽ ഒരു എന്താണ് ഒരു നാച്ചുറൽ തിങ് ആയ കുന്നിൻ്റെ ഹൈറ്റ്, പ്രദേശങ്ങളുടെ ഹൈറ്റിനെ സൂചിപ്പിക്കുന്നതാണ് കോണ്ടൂർ ലൈൻസ്. ഫോം ലൈൻ, സ്പോട്ട് ഹൈറ്റ്, ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ്, ബെഞ്ച് മാർക്ക്, ഇതൊക്കെ കൺവെൻഷണൽ സയൻസ് ആൻഡ് സിംബൽസിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, വ്യക്തമായി പഠിക്കണം. അത് പഠിച്ചതിന് ശേഷം നിങ്ങൾ ഈ കോളം ഫില്ല് ചെയ്തിട്ട് എനിക്ക് അയക്കണം. ഇത് ഫീച്ചറുമാണ് കളറുമാണ്, നമ്മളിപ്പം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിലുള്ളത്. അപ്പോൾ ഈ ഫീച്ചേഴ്സിന് ഓരോന്നിനും ഏതൊക്കെ കളേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ എനിക്ക് ഫില്ല് ചെയ്തിട്ട് അയച്ചു തരാം. ഓക്കെ, ദെൻ ഇനിയാണ് നമുക്ക് പഠിക്കാനുള്ള ഗ്രിഡ് റെഫറൻസ്. എന്താണ് ഗ്രിഡ് റെഫറൻസ്? You know that places are located on maps and globe with the help of latitudes and longitudes. നമ്മൾ ഒരു സ്ഥലത്തിൻ്റെ സ്ഥാനം, ഒരു പ്ലേസിൻ്റെ പൊസിഷൻ നമ്മൾ മാപ്പിൽ കണ്ടെത്തുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ലോഞ്ചിറ്റ്യൂഡിൻ്റെയും ലാറ്റിറ്റ്യൂഡിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ സ്ഥാനം, ഇന്ത്യയുടെ സ്ഥാനം, ഇതൊക്കെ നമ്മൾ ലോഞ്ചിറ്റ്യൂഡ്സും ലാറ്റിറ്റ്യൂഡ്സും ഉപയോഗിച്ചിട്ടാണ് പറയുന്നത്. ബട്ട് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഷോ ദ പ്രിസൈസ് ലൊക്കേഷൻ ഓഫ് മൈനർ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഇൻ ടോപ്പോഷിപ്പ്. ഈ ടോപ്പോ ഷീറ്റിൽ മൈനർ ആയിട്ടുള്ള ജോഗ്രഫിക് ഫീച്ചർ, വളരെ ചെറിയതായിട്ടുള്ള ഈ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സിൻ്റെ പൊസിഷൻ നമുക്ക് കണ്ടെത്താൻ എന്താണ് വളരെ ബുദ്ധിമുട്ടാണ്. വിച്ച് ആർ ലാർജ് സ്കെയിൽ മാപ്സ്. അതെന്താണ്? ലാർജ് സ്കെയിൽ മാപ്സ് ആണ്. ലാർജ് സ്കെയിൽ മാപ്സിൽ എങ്ങനെ കാണിക്കുക? ലാർജ് സ്കെയിൽ മാപ്സിൽ ചെറിയ സൈസുള്ളയെ ചെറുതാക്കി കാണിക്കും, വലിയ ഒബ്ജക്ട്സിനെ പോലും ചെറുതാക്കി കാണിക്കും ലാർജ് സ്കെയിലിൽ. ഓക്കെ, ടു സോൾവ് ദിസ് ഡിഫിക്കൽറ്റി, അപ്പം ചെറിയ ഒബ്ജക്ട്സിൻ്റെ പൊസിഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണെന്ത്? ഗ്രിഡ് റെഫറൻസ്. ഗ്രിഡ് റെഫറൻസ് റെഡ് ലൈൻസ് ആണ്, 2 ലൈൻസാണിത്, ഈസ്റ്റിങ്സും നോർത്തിങ്സും. ഈ ഈസ്റ്റിങ്സും നോർത്തിങ്സും തമ്മിൽ കൂടിച്ചേരുന്ന ഭാഗമാണ് എന്ത്? ഗ്രിഡ് റെഫറൻസ് എന്ന് പറയാം. ദ നോർത്ത് സൗത്ത് ലൈൻസ് ആർ കോൾഡ് ഈസ്റ്റിങ്സ്. ഇങ്ങനെ കുത്തനെ വരയ്ക്കുന്ന വരകൾക്കാണ് ഈസ്റ്റിങ്സ് എന്ന് പറയാം. ഈസ്റ്റിങ്സിൻ്റെയും നോർത്തിങ്സിൻ്റെയും കളർ റെഡ് ആയിരിക്കും. കുത്തനെ വരയ്ക്കുന്ന കളർ ലൈൻസ് ആണെന്ത്? ഈസ്റ്റിങ്സ്. അതേസമയം വിലങ്ങനെ ഹൊറിസോണ്ടലായിട്ട് വരയ്ക്കുന്ന ലൈൻസ് ആണ് നോർത്തിങ്സ്. ദ വാല്യൂസ് ഓഫ് ദ ലൈൻസ് വുഡ് ഓൾസോ ബി റെക്കോർഡ് അപ്രോപ്രിയറ്റ്ലി. ഓരോ ലൈൻസിൻ്റെ വാല്യൂസ് അതിൻ്റെ മുകളിൽ ഇങ്ങനെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. ആ ഈസ്റ്റിങ്സിൻ്റെ പിക്ചറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവും. അപ്പോൾ എന്താണ് ഗ്രിഡ് റെഫറൻസ് ചോദിച്ചാൽ എന്താ എഴുതേണ്ടത് നിങ്ങൾ? ഒരു ടോപ്പോഗ്രാഫിക് മാപ്പിലുള്ള വളരെ സ്മോൾ ആയിട്ടുള്ള ഒബ്ജക്ട്സിൻ്റെ പൊസിഷൻ കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന രീതിയാണെന്ത്? ഗ്രിഡ് റെഫറൻസ്. 2 ലൈൻസ് ഉപയോഗിക്കും അതിന് വേണ്ടി, ദാറ്റ് ഈസ് ഈസ്റ്റിങ്സ് ആൻഡ് നോർത്തിങ്സ്. ഇവയുടെ കളേഴ്സ് റെഡാണ്.